ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 1ാം ക്ലാസ്സിലെ സംസ്കൃതം പരീക്ഷയോടനുബന്ധിച്ച ഒരു റിവിഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുകയും ചെയ്യുക. ഒന്നാമത്തേതാണ് സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. അതായത് ഇവിടെ തന്നിരിക്കുന്ന അക്ഷരം ഏതാണെന്നറിയാമോ? ര എന്ന അക്ഷരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ര എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിന് ആരോ കീ നിങ്ങൾക്കിവിടെ കാണാമായിരിക്കും. തൊട്ടപ്പുറത്തെ ബോക്സിൽ തന്നിട്ടുള്ള ര എന്ന അക്ഷരത്തിന് നിറം നൽകുക. കൂടാതെ താഴെ ലൈൻസുകളിലായി ര എന്ന അക്ഷരം തന്നിട്ടുണ്ട്. ഈ കുത്തുകളിലൂടെ വരച്ച് ര എന്ന അക്ഷരം എല്ലാവരും എഴുതാൻ പഠിക്കുക. ഈ തന്നിരിക്കുന്ന എല്ലാ ലൈൻസിലൂടെയും ര എന്ന അക്ഷരം എഴുതി പൂർത്തിയാക്കുകയും ര എന്ന അക്ഷരം പഠിക്കുകയും ചെയ്യുക. ഈ അടുത്ത പ്രവർത്തനം ചിത്രം ഉചിതൈഹി വർണ്ണൈഹി ലേപയതു. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചിത്രത്തിന് അനുയോജ്യമായ നിറങ്ങൾ കൊണ്ട് ഭംഗിയാക്കുക, ചിത്രത്തിന് നിറം നൽകുക എന്നതാണ് ഈ പ്രവർത്തനം. കൂടാതെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാരും കളറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കൂടി കൊണ്ടുപോകാൻ മറക്കേണ്ട. ക്രയോൺസ് 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ക്രയോൺസ് ആയിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുണ്ടാവുക. ക്രയോൺസ്, സ്കെച്ച് പെന്ന് തുടങ്ങിയ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാവരും കയ്യിൽ കരുതുക. കൂടാതെ പെൻസില്, റബ്ബർ, കട്ടർ തുടങ്ങിയ സാധനങ്ങളും എടുക്കേണ്ടതാണ്. ഇനി അടുത്തത് ഉദ്യാനസ്യ ചിത്രം നിരീക്ഷ്യ പുഷ്പാണാം നാമാനി വദതു. ഇവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ പൂന്തോട്ടം നിരീക്ഷിച്ച് എന്തെല്ലാം പുഷ്പങ്ങളാണ് ഇവിടെയുള്ളത് എന്ന് പറയൂ. അപ്പം നിങ്ങളെന്ന് പറഞ്ഞേ, ഈ പൂന്തോട്ടത്തിൽ എന്തെല്ലാം പുഷ്പങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത്? റോസാപ്പൂവ് കാണുന്നുണ്ട്, ശംഖുപുഷ്പമുണ്ട്, ചെമ്പരത്തിയുണ്ട്, അതേപോലെ മുല്ലപ്പൂവും കാണാമല്ലേ. ഇനി നമുക്ക് ഇവയുടെ സംസ്കൃതം പേരുകളൊന്ന് പരിചയപ്പെട്ടാലോ? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പൂക്കളുടെ പേരുകൾ നോക്കാം. ചെമ്പരത്തിപ്പൂവിന് ജപാകുസുമം എന്നാണ് പറയുക. അതേപോലെ ശംഖുപുഷ്പത്തിന് അപരാജിത എന്നാണ് പറയുക. റോസാപ്പൂവിന് പാടലം എന്നും മുല്ലപ്പൂവിന് മല്ലിക എന്നുമാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളസ്യ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്താണ്? ഈ ചിത്രത്തിലുള്ള പൂവ് ഏതാണ്? കണിക്കൊന്നയാണല്ലേ. കണിക്കൊന്നയ്ക്ക് സംസ്കൃതത്തിൽ കർണികാരം എന്നാണ് പറയുക. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കർണികാരം, കണിക്കൊന്ന. അടുത്തതായിട്ട് ഇനി കുറച്ച് നിറങ്ങളുടെ പേരുകളാണ് പരിചയപ്പെടുന്നത്. ഇവിടെ കുറേ നിറങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു പ്രവർത്തനം ചെയ്യാനുണ്ട്. എന്താണ് ആ പ്രവർത്തനം? ഇവിടെ ഓരോ ബലൂണിന് നേർക്കും ഓരോ നിറങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ആ നിറങ്ങൾ ഈ ബലൂണുകൾക്ക് നൽകണം. ആദ്യത്തെ ബലൂണിൽ എഴുതിയിട്ടുള്ളത് രക്തഹ എന്നാണ്. രക്തഹ എന്നാൽ ചുവപ്പ്. രണ്ടാമത്തെ ബലൂണിൽ എഴുതിയിട്ടുള്ളതാണ് പീതഹ. പീതഹ എന്നാൽ മഞ്ഞ നിറം. മൂന്നാമത്തേതിൽ പാടലഹ എന്നാണ്. പാടലഹ എന്നാൽ റോസ്. 4ൽ നീലഹ. നീലഹ എന്നാൽ നീല നിറം. ഇപ്പോൾ എല്ലാവരും ഉചിതങ്ങളായ നിറങ്ങൾ നൽകി ഈ ബലൂണുകളെ മനോഹരമാക്കുക. കൂടാതെ ഇവിടെ ഒരു ബോക്സിനകത്തായിട്ട് നിറങ്ങളും അവയുടെ പേരുകളും നൽകിയിട്ടുമുണ്ട്. അതാണ് ഇനി നോക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ ഏത് കളറാണ് നൽകിയിട്ടുള്ളത്? മഞ്ഞ നിറമാണല്ലോ. മഞ്ഞ നിറത്തിന് സംസ്കൃതത്തിൽ പീതഹ എന്നാണ് പറയുക. രണ്ടാമത്തേതിൽ ചുവപ്പ് നിറമാണ്. ചുവപ്പിന് രക്തഹ എന്ന് പറയുന്നു. മൂന്നാമത്തേത് റോസ് നിറമാണ്. റോസ് കളറിന് പാടലഹ എന്നാണ് പറയുക.
നാലാമത്തേതാണ് നീലനിറം. നീലനിറത്തിന് നീലഹ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിറങ്ങൾ നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനമാണ് ഉദാഹരണാനുസാരം യഥോചിതം യോജയതോ ഉച്ചൈഹി വദതു ച. ഉദാഹരണം അനുസരിച്ച് പൂരിപ്പിക്കുക, അതേപോലെ തന്നെ ഉറക്കെ പറയുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒരു സൈഡിൽ പൂക്കൾ തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ അവയുടെ പേരുകളും നൽകിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉചിതമായവയിലേക്ക് യോജിപ്പിക്കുക. തന്നിരിക്കുന്ന ഉദാഹരണം എന്താണ്? റോസാപ്പൂവിൻ്റെ ചിത്രത്തിന് നേരെ യോജിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? റോസാപ്പൂവിന് എന്താ പറയുക? പാടലം എന്നാണ് റോസാപ്പൂവിന് പറയുന്നത്. ഒന്നുകൂടി പറയാം, റോസാപ്പൂവിന് പാടലം എന്നതാണ് പറയുക. രണ്ടാമതായിട്ട് തന്നിട്ടുള്ള പൂവ് ഏതാണ്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് തന്നിട്ടുള്ള പൂവാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന് സംസ്കൃതത്തിൽ അപരാജിത എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, ശംഖുപുഷ്പത്തിന് അപരാജിത എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പൂവ് ഏതാണ്? സൂര്യകാന്തിയാണല്ലോ. സൂര്യകാന്തി പൂവിന് സംസ്കൃതത്തിൽ സൂര്യകാന്തിഹി എന്ന് തന്നെയാണ് പറയുക. തന്നിരിക്കുന്നതിലെ ഓപ്ഷൻസിലെ ആദ്യത്തെ ഓപ്ഷനാണ് സൂര്യകാന്തിഹി എന്നത്. ഇനി അടുത്തത് എന്ത് പൂവാണ്? ചെമ്പരത്തി പൂവാണല്ലോ. ചെമ്പരത്തി പൂവിന് എന്താ പറയുക? ജപാകുസുമം എന്നും പറയാം. ഇവിടെ തന്നിട്ടുള്ളത് ജപ എന്ന് മാത്രമാണ്. നമുക്ക് ചെമ്പരത്തി പൂവിനെ ജപ എന്നതിലേക്ക് യോജിപ്പിക്കാം. ജപ എന്നാലും ജപാകുസുമം എന്നാലും ചെമ്പരത്തി പൂവ് തന്നെയാണ്. ഏറ്റവും അവസാനം നൽകിയിട്ടുള്ളത് എന്ത് പൂവാണ്? മുല്ലപ്പൂവാണല്ലോ. മുല്ലപ്പൂവിനെ എന്താണ് സംസ്കൃതത്തിൽ പറയുക? മല്ലിക എന്നാണ് പറയുന്നത്. എന്താണ്? മല്ലിക എന്നാൽ മുല്ലപ്പൂവ്. ഇനി മല്ലിക എന്നതിനെ മുല്ലപ്പൂവ് എന്നതിലേക്ക് യോജിപ്പിക്കാം. അടുത്ത പ്രവർത്തനം എന്താണ്? സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഇവിടെ ഒരു അക്ഷരം നൽകിയിട്ടുണ്ട്. ഏത് അക്ഷരമാണെന്നറിയാമോ? ഇവിടെ തന്നിരിക്കുന്ന അക്ഷരമാണ് പ എന്ന അക്ഷരം. ഏതക്ഷരമാണ്? പ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബോക്സിനുള്ളിൽ തന്നിരിക്കുന്ന പ എന്ന അക്ഷരത്തിന് നിറം നൽകുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം. അതിനുശേഷം ഈ പ എന്ന അക്ഷരത്തിനെ കുത്തുകളിലൂടെ യോജിപ്പിക്കുക. കൂടാതെ ഇവിടെ തന്നിട്ടുള്ള ലൈൻസിലെല്ലാം പ എന്ന അക്ഷരം എഴുതി പൂരിപ്പിക്കുകയും ചെയ്യണം. ഇനി അടുത്തതാണ് ചിത്രം നിരീക്ഷ്യ കെ വർണ്ണാഹ സന്ധി ഇതി വദതു. ഇവിടെ കുറച്ച് പൂക്കളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അവയുടെ നിറങ്ങൾ എന്തെല്ലാമാണെന്ന് പറയൂ എന്നാണ് ഈ പ്രവർത്തനം. ആദ്യത്തെ പൂവാണ് മുല്ലപ്പൂവ്. മുല്ലപ്പൂവിൻ്റെ നിറം എന്താണ്? വെള്ള കളറാണ്. വെള്ള നിറത്തിന് ശ്വേതഹ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. രണ്ടാമത്തെ പൂവാണ് തെച്ചി. തെച്ചി പൂവിന് ചുവപ്പ് നിറമായതിനാൽ രക്തഹ എന്ന് പറയുന്നു. മൂന്നാമത്തേത് റോസാപ്പൂവാണ്. റോസാപ്പൂവിൻ്റെ നിറം റോസ് കളറായതിനാൽ പാടലം എന്നാണ് പറയുക. നാലാമത്തെ പൂവ് ഏതാണ്? സൂര്യകാന്തി പൂവ്. സൂര്യകാന്തിയുടെ നിറം എന്തായിരുന്നു? മഞ്ഞ നിറമാണല്ലോ. മഞ്ഞ നിറത്തിന് പീതഹ എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് ബിന്ദൂൻ യോജയിത്വ ചിത്രം പൂരയതു ഉചിതൈഹി വർണ്ണൈഹി ലേപയതു ച. ഇവിടെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഈ തന്നിരിക്കുന്ന ജീവികൾക്കും അതുപോലെ പൂമ്പാറ്റയ്ക്കൊക്കെ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അവയ്ക്ക് നിറം നൽകുകയും ചെയ്യണം. അതായത് ഇവിടെ തന്നിട്ടുള്ള പൂച്ചയ്ക്ക് എന്ത് ചെയ്യണം? കുത്തുകളിലൂടെ യോജിപ്പിച്ച ശേഷം നിറം നൽകുക. അതേപോലെ നായയ്ക്കും കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകണം. പൂമ്പാറ്റയ്ക്കും അതേപോലെ തന്നെ കുത്തുകളിലൂടെ യോജിപ്പിച്ച ശേഷം നിറം നൽകുക. ഇനി അടുത്ത പ്രവർത്തനം ചിത്രേ കിം കിം പശ്യതി. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? പൂച്ചയുണ്ട്, നായയുണ്ട്, പൂക്കളുണ്ട്, പൂമ്പാറ്റ, മേഘങ്ങൾ, ആകാശം എല്ലാം കാണുന്നുണ്ടല്ലോ. പൂമ്പാറ്റയ്ക്ക് സംസ്കൃതത്തിൽ എന്താ പറയുക? ചിത്രപതകഃ. പൂവ്
സൂനം എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. അതേപോലെ നായയ്ക്ക് ശുനകഃ എന്നും പൂച്ചയ്ക്ക് മാർജാരഃ എന്നുമാണ് പറയുന്നത്. അടുത്തതായിട്ട് ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്നറിയപ്പെടുന്നത് താമരയാണല്ലോ. താമരയ്ക്ക് സംസ്കൃതത്തിൽ കമലം എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ഭാരതസ്യ ഔദ്യോഗിക പുഷ്പം കമലം. ഭാരതത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് താമര. കമലം എന്നാൽ താമര എന്നാണ് അർത്ഥം. ഇനി അടുത്തത് മൃഗാണാം പക്ഷീണാം ച ചിത്രാണി ദൃഷ്ട്വാ നാമാനി വദതു. ഇവിടെ കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവയുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് പറയൂ എന്നതാണ് ഈ പ്രവർത്തനം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് ആരുടെ ഫോട്ടോയാണ്? മുയലിൻ്റെ ആണല്ലോ. മുയലിന് സംസ്കൃതത്തിൽ എന്താണ് പറയുക? ശശകഃ. രണ്ടാമത്തെ ആൾ ആരാണ്? ഇത് പൂച്ചയാണ് എന്നാണ് തോന്നുന്നത്. പൂച്ചയ്ക്ക് സംസ്കൃതത്തിൽ മാർജാരഃ എന്നാണ് പറയുക. നായ ആണെങ്കിൽ നായയ്ക്ക് പറയുന്ന പേരാണ് ശുനകഃ എന്ന്. അപ്പോൾ അടുത്തതാരാണ്? പ്രാവാണല്ലോ. പ്രാവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കപോതഃ. അടുത്ത ആളാണ് തത്ത. തത്തയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശുകഃ. എന്താണ്? ശുകഃ എന്നാണ് പറയുക. അടുത്ത ആൾ മയിൽ. മയിലിന് മയൂരഃ എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തേതാണ് കീരി. കീരിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് നകുലഃ എന്നത്. അടുത്തത് സൂചനാനുസാരം ബിന്ദുൻ യോജയിത്വാ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. അതായത് ഇവിടെ ഒരു ന എന്ന അക്ഷരം നൽകിയിട്ടുണ്ട്. ഈ അക്ഷരത്തിന് ചതുരത്തിലുള്ള ന എന്ന അക്ഷരത്തിന് നിറം നൽകുക. കൂടാതെ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയോ തന്നിരിക്കുന്ന ലൈൻസിലൊക്കെയും ന എന്ന അക്ഷരം എഴുതി പൂരിപ്പിക്കുകയും ചെയ്യുക. അടുത്തതാണ് പരിചിതാനാം ജീവിനാം നാമാനി വദതു. നിങ്ങൾക്ക് ഇതിൽ പരിചയമുള്ള ജീവികളുടെ പേരുകൾ പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ജീവികൾക്കും സംസ്കൃതത്തിൽ എന്താണ് പറയുക എന്ന് നോക്കാം. ആദ്യം തന്നെ ആരുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്? പൂവൻ കോഴിയാണല്ലേ. പൂവൻ കോഴിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കുക്കുടഃ. ഒന്നുകൂടി പറയാം. പൂവൻ കോഴി കുക്കുടഃ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് താറാവാണ്. താറാവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് കാദംബഃ. അതിനുശേഷം തന്നിട്ടുള്ള ചിത്രം എന്തിൻ്റേതാണ്? ആട്. ആട് എന്നതിന് സംസ്കൃതത്തിൽ അജഃ എന്ന് പറയുന്നു. അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ഒരു നായ. നായ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശുനകഃ. അടുത്ത ആളാരാണ്? പശുവാണല്ലോ. പശുവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ധേനു. ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് ആരാണ്? എല്ലാവർക്കും അറിയാമല്ലോ, കുതിരയാണ്. കുതിരയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് അശ്വഃ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുകയും ചെയ്യൂ. അടുത്തത് കേരള രാജ്യസ്യ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസറാണ് ചാതകഃ. ചാതകഃ എന്നാൽ വേഴാമ്പൽ. വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റ് ഇടാൻ ആരും തന്നെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.